സ്വർഗവും ഇല്ല, നരകവുമില്ല, ദൈവവുമില്ല എന്നൊരാൾ പറഞ്ഞാൽ ആ വ്യക്തിയോട് എങ്ങനെ പറയും? സ്വർഗമില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. നരകമില്ല, വിശ്വസിക്കുന്നില്ല. ദൈവവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊരാൾ തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാർഗം? നാം പറയുന്ന വാദഗതികളെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നു ഞാനത് അംഗീകരിക്കുന്നില്ല. ഒരു വ്യക്തി ഉള്ളവൾ ആ വ്യക്തി തനിയെ ശ്വാസോച്ഛ്വാസം ചെയ്യാറുണ്ട്, തനിയെ ഭക്ഷണം വാരി കഴിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് കഴിവില്ലാതെ വരുമ്പോൾ വാരിക്കൊടുക്കാറുണ്ട്, കോരിക്കൊടുക്കാറുണ്ട്, ഓക്സിജൻ ഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ശ്രമിച്ച് ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവൻ അങ്ങോട്ട് പമ്പ് ചെയ്യാറുണ്ട്. മൗത്ത് ടു മൗത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലയോ? അതെ. എങ്ങനെയും ഏത് വിധേനയും ആ വ്യക്തിയെ രക്ഷിച്ചെടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. എന്ന് പറയുന്നത് പോലെ താങ്കൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, സ്വർഗമുണ്ടെന്നും വിശ്വസിക്കുന്നില്ല എന്ന് ആ വ്യക്തി അങ്ങ് തീർത്ത് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. എന്നാൽ ഞാൻ ഇതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് എനിക്ക് നല്ല നിശ്ചയം ഉറപ്പുമുണ്ട്. ഈ ഉറപ്പിൽ ഞാൻ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് താങ്കളോട് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കേൾക്കാൻ ഇഷ്ടമാണോ? മനസ്സുണ്ടോ? അറ്റകൈ പ്രയോഗം. അതും എനിക്ക് മനസ്സില്ല എന്ന് ആ വ്യക്തി പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ലഘുലേഖ കൊണ്ട് ഇത് താങ്കൾക്ക് വായിക്കാം. അതും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാലോ? പിടിക്കടാ, ഇത് വായിച്ചിരിക്കണം, അടുത്ത പ്രാവശ്യം ഞാൻ ഇത് വരുമ്പോൾ എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. അപ്പം അദ്ദേഹം എല്ലാം തള്ളിക്കളഞ്ഞു. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മളായിട്ട് ആ വീടിൻ്റെ വാതിൽ അടച്ച് കുറ്റിയിട്ടിട്ട് പോകരുത്. നമ്മുടെ സമീപനങ്ങൾ കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു സുവിശേഷകനെങ്കിലും അവിടെ കയറിപ്പോകുവാൻ തക്കവണ്ണം നമ്മുടെ സമീപനങ്ങൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. ഒരിക്കൽ എൻ്റെ കൂടെ 2 മിഷണറിമാർ ഫീൽഡ് വർക്കിന് വന്നു. അവർക്ക് ട്രെയിനിങ് ആണ്. അങ്ങനെ ഒരു വീട്ടിൽ വന്നു, രാമായണ മാസം. അപ്പോൾ ഒരു ഹൈന്ദവ ഭവനം, അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയോട് സംസാരിച്ചു. അമ്മച്ചി കുറച്ചൊക്കെ കേട്ടു. അമ്മച്ചി സ്വീകരിച്ചൊന്നുമില്ല. അമ്മച്ചി പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ലഘുലേഖ കൊടുത്തു. അമ്മച്ചി പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ വേറെ കൊടുത്തോ. അപ്പോൾ അതിലൊരു വ്യക്തി പറഞ്ഞു അമ്മച്ചി ഇത് വായിച്ചെന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലയോ. പിന്നെ നമ്മുടെ സഹോദരൻ ആത്മഭാരം കൂടിയിട്ട് അമ്മച്ചി ഇത് ഇവിടെ ഇരിക്കട്ടെ കൈവരിയിൽ, പിന്നെ എപ്പോഴെങ്കിലും വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ വച്ചിട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അമ്മച്ചി വിളിച്ചു, വാടാ ഇവിടെ, എടുക്കട, കൊണ്ടുപോടാ. അപ്പോൾ അത്രയും സീനൊന്നും ഉണ്ടാക്കാൻ അമ്മച്ചിക്ക് വേണ്ട. ഓക്കെ, അവിടെ കൊണ്ട് നിർത്തുക. പലപ്പോഴും നമ്മൾ ജയിക്കാൻ വാദപ്രതിവാദം നടത്താൻ പോകാറുണ്ട്. 1976 മുതൽ 78 മുതൽ മിനിസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോൾ 2023 ഇന്ന് വരെ ഒരു വ്യക്തി പോലും എന്നോട് വാദിച്ച് ജയിച്ചിട്ടില്ല. കാരണം ഞാൻ ആരോടും വാദിക്കാൻ പോയിട്ടില്ല. PT ഉഷ വിചാരിച്ച് എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഓടാൻ പോകത്തില്ല. വാദപ്രതിവാദം
വാദം ജയിക്കുമായിരിക്കും, പ്രതി ചത്തുപോകും. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. അതിന് എപ്പോഴും നമുക്ക് കഴിയണം. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിന് രുചി വരുത്തിയതുമായിരിക്കണം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പേ. ഈ അടുത്ത കാലത്ത് കുറച്ച് സുവിശേഷകർ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ, ഈ സംസാരിക്കുന്ന വ്യക്തി, അതായത് സുവിശേഷമല്ല കേൾക്കുന്ന വ്യക്തി, ഭയങ്കര ഒച്ചയിലാണ് പ്രതികരിക്കുക മാത്രമല്ല പ്രകോപനം ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നു. ഈ സുവിശേഷകർ അതുപോലെ തന്നെ തിരിച്ച് മറുപടി പറയുന്നു. അതിനെ വീഡിയോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നു. കണ്ടോ, സുവിശേഷകർ കാട്ടിക്കൂട്ടുന്ന ഇതാണ്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി. ഞങ്ങൾ ഫീൽഡിൽ പോയപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് വളരെ ഒച്ചത്തിൽ സംസാരിച്ചു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിബി എന്ന് പറഞ്ഞ ബ്രദറെ, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, എന്തിനാ ഇത്ര ഒച്ചത്തിൽ? ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചാൽ തനിക്ക് എന്താ കുഴപ്പം? പിന്നെ ഒച്ച. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചോ, ഞങ്ങൾ പോവുക. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചാൽ നാട്ടുകാർ കൂടിയിട്ട് വലിയ ബഹളം ഉണ്ടാക്കും, ചില വീഡിയോ എടുക്കും. മനസ്സിലായോ? ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു, അപ്പോൾ ഞങ്ങളുടെ ദൈവങ്ങളല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ ദൈവത്തിലൂടെ ഞങ്ങൾക്ക് രക്ഷ കിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തു പറയും? ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വന്നു, നിങ്ങളോട് ചോദിച്ചു സ്വർഗം മോക്ഷം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഉള്ളവർക്കാണ് കിട്ടുന്നതെന്ന് ചോദിച്ചവൻ പറഞ്ഞു, അത് അവനവൻ്റെ പ്രവൃത്തി പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലത്തെ പ്രവൃത്തിയുടെ ഫലമായിട്ട് താങ്കൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു, അത് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. അവിടെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കിത് ദാനമായി കൃപയാൽ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ താങ്കളുടെ ദൈവം താങ്കളെ രക്ഷിക്കുമോ ഇല്ലയോ എന്ന് താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാലമായിട്ടും താങ്കൾ എന്താ പറഞ്ഞത്? താങ്കൾക്ക് രക്ഷ കിട്ടുമെന്ന് ഉറപ്പില്ല. ഞങ്ങൾ പറഞ്ഞതേയില്ല. അപ്പോൾ അവരുടെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും പോയിന്റിൽ അവർക്ക് കൊടുക്കാനുള്ള ഉത്തരങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ അടുക്കൽ ചോദ്യങ്ങളുമായിട്ട് വന്നപ്പോൾ കർത്താവ് എപ്പോഴും ഉത്തരം പറയല്ലേ. കർത്താവ്, ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, താങ്കൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുള്ളവർക്കാണ് സ്വർഗം ലഭിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ആളുകൾ, ട്രെയിനിങ് കിട്ടിയവർ പോലും പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുക. മനസ്സിലായോ? ആ വീട്ടുകാരിയോട് സ്പെസിഫിക്കായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ സ്നേഹത്തിൽ ചോദിക്കാൻ കഴിയണം. അപ്പോൾ മുഖവുരിയുടെ ഭാഗം കഴിഞ്ഞു. അടുത്ത സുവിശേഷമാണ്. ബൈബിളിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് എവിടെയാണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ ആദ്യമായി പരാമർശിക്കുന്നത് എവിടെ? ഉൽപ്പത്തിയിൽ. വേറെ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് അതിനു മുമ്പ് സമ്മതിക്കാം. ഓക്കെ, ഉൽപ്പത്തിയിൽ എവിടെയാണ്? 3:15 സ്ത്രീയുടെ സന്തതി. അപ്പോൾ ഉൽപ്പത്തിയിൽ തുടങ്ങിയാൽ എവിടെ അവസാനിപ്പിക്കുക? വെളിപ്പാടിൽ. സ്വാഭാവികമാണ്. അപ്പോൾ ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാടിൽ അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, നമ്മുടെ മുമ്പിലിരിക്കുന്നവർ പുറപ്പാടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉൽപ്പത്തിയിൽ തുടങ്ങി വെളിപ്പാട് വരെ നമുക്ക് പറയാൻ സമയം. അതുകൊണ്ട് സുവിശേഷം, ഗോസ്പൽ ക്യാപ്സൂളായിട്ട് നമുക്ക് കൊടുക്കണം. ഇന്ന് ക്യാപ്സൂൾ യുഗമാണ് എല്ലാ മേഖലകളിലും. അപ്പോൾ എങ്ങനെയാണ്? 5 ക്യാപ്സൂൾ. ഒന്നാമത്തെ ക്യാപ്സൂൾ ഗ്രേസ്, കൃപ ആർക്കാണ് ലഭിക്കേണ്ടത്? കൃപ ലഭിക്കേണ്ടത് മനുഷ്യന്. കൃപ മനുഷ്യന് ആരാണ് കൊടുക്കുന്നത്?
ദൈവം. കൃപ മനുഷ്യന് ദൈവം കൊടുക്കുമ്പോൾ അത് ഒരാൾക്ക് ആരിലൂടെ കൊടുക്കുന്നു? യേശു ക്രിസ്തുവിലൂടെ. കൃപ മനുഷ്യന് ദൈവം യേശു ക്രിസ്തുവിലൂടെ കൊടുക്കുമ്പോൾ അതൊരാൾക്ക് സ്വന്തമാകുന്നത് എങ്ങനെ? വിശ്വാസത്താൽ. 5 പോയിന്റ്സ് സുവിശേഷത്തിൽ: കൃപ, മനുഷ്യൻ, ദൈവം, യേശുക്രിസ്തു, വിശ്വാസം. ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ അക്രൈസ്തവരുടെ ഭവനങ്ങളിൽ പോയിട്ട് ഉൽപ്പത്തി 3:15 ഇങ്ങനെ പറയുന്നു, മത്തായി 4:12 അങ്ങനെ പറയുന്നു, വെളിപ്പാടിൽ ഇങ്ങനെ പറയുന്നു. അവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഉൽപ്പത്തി എന്താണെന്ന്, വെളിപ്പാട് എന്തെന്ന്, മത്തായി ആയിരുന്നു? യാക്കോബ് ഇങ്ങനെ പറയുന്നു, 1 പത്രോസ് ഇങ്ങനെ പറയുന്നു, പിന്നെ 2 പത്രോസ് അത് വേറെ ആരാണ്? അപ്പോൾ ഇതൊന്നും അവർക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വചനം, ബൈബിൾ, തിരുവെഴുത്തുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഭാഗത്ത് വന്നിട്ട് കൃപ, മനുഷ്യൻ, ദൈവം, ക്രിസ്തു, വിശ്വാസം. ഇത് അസ്ഥി കഷ്ണങ്ങൾ, സ്കെലിറ്റൻ. അതിൽ മജ്ജയും മാംസവും വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. കൃപ, നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് വേണം കാര്യങ്ങൾ പറഞ്ഞു പോകാൻ. സ്വർഗം ദൈവം തരുന്ന ദാനമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളുടേതായ വാക്കുകളിൽ, നിങ്ങളുടേതായ ശൈലികളിൽ ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന യാഥാർത്ഥ്യബോധത്തോടെ പറയാൻ കഴിയണം. ടേപ്പ് റെക്കോർഡർ ആകരുത്, ആരോ പഠിപ്പിച്ചു വിട്ടതുപോലെ ആകരുത്. നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആയിരിക്കണം സുവിശേഷം പറയാൻ. അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി കൊടുക്കുക. ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം നിങ്ങൾക്ക് ആരെങ്കിലും തരുന്നു. വിവാഹത്തിനാകാം, വീട് കയറി താമസത്തിനാകാം, ബർത്ത്ഡേക്കാകാം. അതിൻ്റെ കൂടെ ബില്ല് കൂടി തരാറില്ല. ദാനമാണ്, സൗജന്യം. പക്ഷേ ഈ സമ്മാനത്തിന് വിലയുണ്ടായിരുന്നു, പക്ഷെ വില മറ്റൊരാൾ കൊടുത്തു. അതുപോലെ ഈ രക്ഷയ്ക്ക് വിലയുണ്ട്, അതിൻ്റെ വില ഒരാൾ കൊടുത്തു. ഞാനത് വ്യക്തമാക്കാം. അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വരുന്നു, കൈ നീട്ടുന്നു, വലുതും തായോ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 5 പൈസ കൊടുത്തു എന്ന് പറയരുത്. എന്താ കുഴപ്പം? അവരെ കൊച്ചാക്കുന്നതാണ്. അല്ല, 50 പൈസ ആർക്ക് വേണം? നിങ്ങളുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നപ്പോൾ നിങ്ങളൊരു 50 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. അവർ കൊടുക്കുന്നത് ചിലപ്പോൾ 1 രൂപയായിരിക്കാം, പക്ഷേ അവരെ നമ്മൾ മാനിച്ചുകൊണ്ട് പറയണം. അപ്പോൾ നമ്മുടെ വാക്കുകൾ, ഉദാഹരണങ്ങൾ, ആ വ്യക്തിയെ കൊണ്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊടുത്തത് ദാനമാണ്, സൗജന്യമാണ്. അതുപോലെ രക്ഷയും ദൈവം നമുക്ക് ദാനമായി തരുന്നു. എന്നാൽ ഒരു വ്യക്തി താൻ കഠിനമായ അധ്വാനം ചെയ്തിട്ട് കിട്ടുന്നത് ദാനമല്ല, കൂലിയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇന്നുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ചെയ്തതൊക്കെ നന്മയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുമെന്ന് പറയുമ്പോൾ അത് താങ്കൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് കിട്ടുമെന്ന് പറയുകയാണ്. പക്ഷെ ദൈവം അത് പ്രവൃത്തിയുടെ ഫലമായിട്ട് തരുന്നില്ല, ദാനമാണ് എന്നവരെ ബോധ്യപ്പെടുത്തണം. പാപത്തിൻ്റെ ശമ്പളം ഫുൾ സ്റ്റോപ്പല്ല. ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ. ഈ വചനം നമുക്ക് മനസ്സിലാകും, പക്ഷെ അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളും സ്വാഭാവികമായിട്ടും പാപം ഉള്ളവരാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടാൻ അർഹതയുള്ളത് മരണം, നരകമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് നിത്യമായ ജീവൻ, രക്ഷ തരുന്നു എന്ന് അത് ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് നിങ്ങളുടെ മനസ്സിരിക്കേണ്ട കാര്യമാണ്. ഈ ഒരു വചനത്തിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1 ന്യായപ്രമാണം, 2 സുവിശേഷം. ഒരേ വചനത്തിൽ എന്തൊക്കെയാണ്? പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ എന്ന് പറയുന്നത് സുവിശേഷമാണ്. ചിലരെങ്കിലും ഈ 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാത്ത കാരണം അവർ നോക്കുമ്പോൾ ജീവിതം അത്ര 100% പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതും? അതുകൊണ്ട് ഞാൻ പാപിയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടാൻ അർഹതയുള്ളത് സ്വർഗമല്ല എന്ന ചിന്തയായിരിക്കാം ചിലപ്പോൾ അവരെ അങ്ങനെ ആ ഭാഗം എഴുതാതെ വിടുവാൻ ഇടയായത്.
പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, പല വ്യക്തികളും പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പറയുന്ന സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ബൈബിളിൽ ഒരു സ്ഥലത്തും ഫുൾ സ്റ്റോപ്പല്ല, സെമി കോളനാണ്. ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യമായ ജീവൻ. ആ ഭാഗത്തേക്ക് എത്തണം. അതാണ് സുവിശേഷം. ഈ വചനങ്ങൾ, ഒന്നിലധികം വചനങ്ങൾ നിങ്ങൾ ഹൃദയസ്ഥമാക്കി വച്ചിരിക്കണം. ഹൃദയത്തിൽ നിന്ന് പറയണം. അവിടെ ചെന്നിട്ട് ബൈബിൾ തുറന്നു അങ്ങനെ അങ്ങോട്ടും മറിച്ച് ഇങ്ങോട്ടും ഒരു സമയം കിട്ടത്തില്ല. അതിനു വേണ്ടി നിങ്ങൾ റെഡിയായിരിക്കണം. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം, അതുപോലെ രക്ഷ എന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാണിൻ്റെ ദാനമെന്നവർ ആർത്തുകൊണ്ടിരുന്നു. അങ്ങനെ നിരവധി വചനങ്ങൾ ഉണ്ട്. അത് സമ്പാദിക്കുവാനോ വിലയ്ക്ക് വാങ്ങാനോ സാധ്യമല്ല. നമ്മുടേതായ അധ്വാനം കൊണ്ടോ നമ്മുടേതായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ നീതി പ്രവൃത്തികൾ കൊണ്ടോ ഇത് നേടിയെടുക്കുവാൻ സാധ്യമല്ല എന്ന് അവരോട് പറയുക. എഫേസ്യർ 2:8-9 വാക്യങ്ങൾ വളരെ അർത്ഥവത്ത വാക്യമാണ്. എന്താകുന്നു? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നത് കൃപയാലാണ്, വിശ്വാസത്താലാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും നമ്മുടെ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ നീതി പ്രവൃത്തികൾ കൊണ്ടോ കിട്ടുകയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെയുള്ള വചനങ്ങൾ ഉപയോഗിക്കാം. റോമർ 11:6 കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ചില ആളുകൾ വാദിച്ചു വരുമ്പോൾ ഈ വചനങ്ങൾ എല്ലായിടത്തും എല്ലാ വചനങ്ങളും ഉപയോഗിക്കേണ്ട, ചില സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കേണ്ടി വരും. ഒരു ഉദാഹരണം, 1 കോടി രൂപയുടെ കാറ് നിങ്ങൾക്കൊരാൾ തരുന്നു. 1 പൈസയ്ക്ക് ദാനമാണോ അല്ലയോ? 1 കോടി രൂപയുടെ കാർ 1 പൈസയ്ക്ക് തന്നാൽ അത് ദാനമാണോ അല്ലയോ? അല്ല. മനസ്സിലായല്ലോ? ദാനമെന്ന് പറഞ്ഞാൽ കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഓക്കെ, അടുത്ത ഒത്തിരി വാക്യങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അടുത്തത് മനുഷ്യൻ ആരാകുന്നു? പാപിയാണ്. അതുകൊണ്ട് മനുഷ്യന് സ്വയം രക്ഷ പ്രാപിക്കാൻ സാധ്യം ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിരുന്നു. പലർക്കും അറിയത്തില്ല, മനുഷ്യൻ ജനിക്കുന്നത് തന്നെ പാപിയായിട്ടാണ്. പലർക്കും അറിയത്തില്ല. പാപം ചെയ്ത് പാപികളായത് ചരിത്രത്തിൽ 2 വ്യക്തികൾ മാത്രം. ആരൊക്കെയാ? ബാക്കി സകല മനുഷ്യരും പാപികളായിട്ടാണ്. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒരു സങ്കീർത്തനം 143:2 അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാൻ ആകയില്ലല്ലോ. അതുകൊണ്ട് അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിയനെതിരായിട്ട് കേസ് ഫയൽ ചെയ്യരുത്, വിസ്തരിക്കരുത്. കേസ് ഫയൽ ചെയ്ത് വിസ്തരിച്ചാൽ ഞാൻ കുറ്റക്കാരനായി തീരുകയും പിന്നെ ജയിലിൽ കിടക്കുകയും, അതിനേക്കാൾ നല്ലത് എൻ്റെ പേരിൽ കേസെടുക്കാതിരിക്കുന്നതാണ്. ഒരു മുൻകൂർ ജാമ്യം അപേക്ഷിക്കുകയാണ്. സഭാപ്രസംഗി 7:20 പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല. ഞാൻ ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വചനത്തിലൂടെ അദ്ദേഹത്തോട് സംസാരിക്കണം. വചനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കീറി മുറിക്കേണ്ടത്, എൻ്റെ വാക്കുകളല്ല. നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട. മനസ്സിലായല്ലോ? ദൈവം പറയുന്നു, സുപ്രീം കോടതി പറയുന്നു, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. മറ്റൊരു വാക്യമാണ് യെശയ്യാവ് 64:6 ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഒരു ചോദ്യം. ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും എങ്ങനെയുള്ളതാണ്? കറ പുരണ്ട തുണി പോലെ. അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഞങ്ങളുടെ പ്രവൃത്തികൾ വെച്ച് നോക്കിയാൽ ചോദ്യമാണ്, ഉന്നയിക്കപ്പെടുകയാണ്. കറ പുരണ്ട തുണി കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും
ഞങ്ങളുടെ ചീത്ത പ്രവൃത്തികൾ എന്നല്ല പറയുന്നത്, നീതി പ്രവൃത്തി. അതെന്തേ നമ്മുടെ നീതി പ്രവൃത്തി ഇങ്ങനെയാകാൻ കാര്യം എന്താ? നീതി പ്രവൃത്തികളുടെ രേഖാചിത്രമാണ്. എന്താ കാരണം? ജന്മനാൽ പാപിയായിരിക്കുന്ന മനുഷ്യൻ എത്ര നീതി പ്രവൃത്തി ചെയ്താലും തമ്പുരാൻ്റെ ദൃഷ്ടിയിൽ കാറാപുരണ്ട തുണി പോലെ. ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞ് ദുർഗന്ധമമിക്കുന്ന കുഷ്ഠരോഗിയായ ഒരു വ്യക്തി തൻ്റെ പല വിരലുകളും അഴുകിപ്പോയിട്ടുണ്ട്. ആ അവശേഷിക്കുന്ന കരം വെച്ച് ഒരു പീസ് ഹലുവയോ കേക്കോ തന്നാൽ നിങ്ങൾ കഴിക്കുമോ? കേക്കിൻ്റെ കുഴപ്പമാണോ ഹലുവയുടെ കുഴപ്പമാണോ? അവ രണ്ടിൻ്റെയും കുഴപ്പമില്ല, വിളമ്പിയ കരം അശുദ്ധമായതുകൊണ്ട്. അതുപോലെ ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷെ ചെയ്തവൻ പാപിയായതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ്റെ നീതി പ്രവർത്തികൾ ദൈവത്തിന് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മുടെ നീതി പ്രവർത്തികളെ നമുക്ക് രക്ഷ കിട്ടുകയില്ല. സദൃശവാക്യങ്ങൾ 20:9 ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം? എന്നിൽ ഒരു കുഴപ്പമില്ല എന്ന് ആർക്ക് പറയാം? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമെങ്കിൽ ഇപ്പോൾ പറയുക, അല്ലാത്ത പക്ഷം ഒരിക്കലും പറയാതിരിക്കുക. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ 100% പെർഫെക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല? പറയാൻ ആർക്കും കഴിയില്ല. അവകാശപ്പെടുന്നവർ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് സ്വയം രക്ഷിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. സ്വന്തം പ്രവൃത്തികളാലോ ആചാരങ്ങളാലോ അനുഷ്ഠാനങ്ങളാലോ അവനക്ക് സ്വയം രക്ഷ പ്രാപിക്കാൻ സാധ്യം അല്ല. അതുകൊണ്ട് കർത്താവിനോട് തന്നെ ഒരിക്കൽ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഗുരു രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? കർത്താവ് എന്ത് പറഞ്ഞു? അത് മനുഷ്യനാൽ അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യമാണ്. സുവിശേഷം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. 10 അടി വീതിയുള്ള ഒരു കനാൽ, എൻ്റെ ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് വേണമെങ്കിൽ 10 അടി ചാടണം. ഒരാൾ വന്ന് എടുത്തു ചാടി 9.25 അടി, എവിടെ പോയി? മറ്റൊരാൾ ചാടി 7 അടി ശൂന്യതയിൽ നിൽക്കുന്നു. വേറൊരു ചാടി 5 അടി, മറ്റവൻ 1.5 അടി ചാടി നിൽക്കുന്നു. ഇതിലാരാണ് മിടുക്കൻ എന്ന് പറയുന്നത് പോലെ ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനാണ്. യാക്കോബ് 2:10. ഇത് മനുഷ്യൻ്റെ സ്വയം പ്രയത്നമാണ്. രക്ഷയ്ക്കുള്ള പ്രയത്നങ്ങൾ അസാധ്യമാണ് എന്നതിനൊരു ഉദാഹരണം. അവിടെ ദൈവത്തിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് 3 sins per day. ഒരു ദിവസം കുറഞ്ഞ പക്ഷം നാം 3 പാപമെങ്കിലും ചെയ്യും. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്. മനസ്സാ വാച, തെറ്റായ വാക്കുകൾ, തെറ്റായ പ്രവൃത്തികൾ, തെറ്റായ ചിന്തകൾ. ഓരോന്ന് വീതം എടുക്കും. 30 ദിവസമുള്ള ഒരു മാസം 90, ഒരു വർഷമാകുമ്പോൾ 1000-ലധികം. നമ്മുടെ മുമ്പിൽ സുവിശേഷം കേൾക്കാൻ ഇരിക്കുന്ന ആളിൻ്റെ വയസ്സിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നതിന് മുമ്പ് എനിക്കിപ്പോൾ 67 വയസ്സ്, ഏറ്റവും കുറഞ്ഞ 67,000 പാപമെങ്കിലും മിനിമം. ഞാനും ആഗ്രഹിക്കുന്നത് നരകത്തിലല്ല, പോകാൻ സ്വർഗത്തിൽ. ദൈവം വിശുദ്ധനാണ്, നീതിമാനാണ്. അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ദൈവം പറയുന്നു ഞാൻ വിശുദ്ധനാകയാൽ, പക്ഷെ ഞാൻ അശുദ്ധൻ. അതുപോലെ താങ്കൾക്ക് എത്രമാത്രം വയസ്സുണ്ടോ അത്രത്തോളം 1000 മിനിമം പാപം താങ്കൾക്കുമുണ്ട് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുക. കുഴിയിൽ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ, 2 കൈയും ഒടിഞ്ഞ് 2 കാലും ഒടിഞ്ഞ് കിടക്കുകയാണ്. ആ വ്യക്തിക്ക് സ്വയം കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാൻ കഴിയാത്തതുപോലെ പാപമാകുന്ന കുഴിയിൽ വീണ മനുഷ്യനും സ്വയം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അതിനൊരു കാരണം ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനായതുകൊണ്ട് 3-ാമത്തെ പോയിൻ്റ്, പാപത്തെ ശിക്ഷിക്കും. ആ ശിക്ഷയാണ് പാപത്തിൻ്റെ ശമ്പളം, മരണം. ഇപ്പോൾ ഈ വചനങ്ങളിലൂടെ ദൈവം പാപത്തിന് ശിക്ഷ കൊടുക്കുന്നു എന്നുള്ള കാര്യവും ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു എന്ന കാര്യവും വെളിപ്പെടുത്തി കൊടുക്കുക. അതേ സമയത്ത് ദൈവം കൃപാലുവോ ആണ്. അതുകൊണ്ട് നമ്മെ ശിക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ദൈവം കണ്ടെത്തിയ ഒരു മാർഗമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ആരാണ്? സാക്ഷാൽ
ദൈവവും സാക്ഷാൽ മനുഷ്യനും. നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. യേശുക്രിസ്തു എന്ത് ചെയ്തു? യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി. സകല മനുഷ്യരുടെയും. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ജഡത്തിൽ, തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളെ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കൃപയും വെളിപ്പെടുത്താൻ ഒരു ഉദാഹരണത്തിലൂടെ ശ്രമിക്കാം. നിങ്ങൾ ആരോടാണ് സുവിശേഷം പറയുന്നത്, ആ വ്യക്തിയോട് പറയുക, എൻ്റെ ഇടത്തെ കൈ താങ്കളാണെന്ന് സങ്കല്പിക്കുക. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഇതുവരെ ചെയ്തിട്ടുള്ള സകലവിധമായ പാപമാണ് ഇതെന്ന് വിചാരിക്കുക. ഈ പാപവുമായിട്ട് താങ്കൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? സ്വാഭാവികമായിട്ടും നാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന വ്യക്തി പറയും. എന്തു പറയും? സാധ്യമല്ല. അപ്പോൾ അദ്ദേഹത്തോട് പറയുക, താങ്കൾ നേരത്തെ പറഞ്ഞു ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ പാപമുണ്ടല്ലോ. പാപത്തിൻ്റെ മേൽ താങ്കൾ ചെയ്ത നന്മകളാണ്. കുറവാണെങ്കിൽ ഇനിയും നന്മകൾ ചെയ്യാം. ഇനിയും ഇതിലെ കൂടെ എത്രമാത്രം നന്മകൾ ചെയ്താൽ ഈ പാപത്തിന് പരിഹാരമാകും? കഴിയില്ല. പലപ്പോഴും ആളുകളെല്ലാം വിചാരിക്കുന്നത് അല്പം പാപം കൂടുതൽ നന്മ, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകാം. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് എടുത്തപ്പോൾ ഗ്ലാസ്സിൽ പല്ലിയുടെ അല്പം കാഷ്ടം. ആ കാഷ്ടം കിടക്കുന്ന ആ ഗ്ലാസ്സിൽ എത്ര ലിറ്റർ നല്ല വെള്ളം ഒഴിച്ചു തന്നാലും നിങ്ങൾ കുടിക്കുകയില്ല. അടിസ്ഥാനപരമായിട്ട് പാപം അതിന്മേൽ എത്ര നന്മ ചെയ്താലും ദൈവത്തിന് അത് പ്രസാദകരമല്ല, സ്വീകാര്യമല്ല. ഈ സ്ഥാനത്ത് ദൈവം കൃപയുള്ളവനായതുകൊണ്ട് എൻ്റെ ഇടത്തെ കൈയാകുന്ന താങ്കളെ ദൈവം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിക്കുകയും വേണം. ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ? കൃപാലുവായ ദൈവം താങ്കളെ, എൻ്റെ ഇടത്തെ കൈയായ താങ്കളെ രക്ഷിക്കുവാനും നീതിമാനായ ദൈവം ഈ പാപത്തെ ശിക്ഷിക്കുവാനായിട്ട് ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. ആ പദ്ധതി ആണ് യേശുക്രിസ്തു, എൻ്റെ വലത്തെ കൈ. ആ യേശുക്രിസ്തു വന്നു, താങ്കളുടെ മുഴുവൻ പാപത്തെയും ഒന്നൊഴിയാതെ എടുത്തു മാറ്റി. കൃപാലുവായ ദൈവം താങ്കളെ രക്ഷിച്ചു. നീതിമാനായ ദൈവം പാപത്തിന് ശിക്ഷ കൽപ്പിച്ചു. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദമായി. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. നമ്മുടെ രക്ഷയ്ക്കുള്ള ശിക്ഷ അവൻ്റെ മേലായി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ നീതിയും ഈ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലാകുന്ന വിധത്തിലാണോ ഞാൻ പറഞ്ഞത്? ആണോ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടേ? ഒരിക്കൽ ഒരാൾ പോയിട്ട് പറഞ്ഞു, നമ്മൾ ഒരു ദിവസം കുറഞ്ഞ പക്ഷം 3 പാപമെങ്കിലും ചെയ്യണം. അത് 30 ദിവസമുള്ള ഒരു മാസത്തെ 90 ആക്കണം. 50 വയസ്സാകുമ്പോൾ കുറഞ്ഞ പക്ഷം 50,000 പാപമെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കിയിട്ട് പോയി പറയുന്നത്. പിടികിട്ടിയോ? അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കൃപയും വെളിപ്പെടുത്തി കൊടുക്കുക. ഒരു ഉദാഹരണം, ഇത് കേരളക്കരയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണമാണ്. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒരു ജഡ്ജി വിധി പ്രഖ്യാപിച്ചു, ലോൺ എടുത്തത് തിരിച്ചടയ്ക്കണം. അതിന് മാറ്റമൊന്നുമില്ല.
പക്ഷേ നമ്മുടെ കക്ഷി പറഞ്ഞു, ആ ജഡ്ജി തൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തു കൊടുത്ത് നീതിയും നടപ്പിലാക്കി, കൃപയും നടപ്പിലാക്കി. ഒരു മനുഷ്യനെ ഇങ്ങനെ രക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിൽ സർവശക്തനായ ദൈവത്തിന് സർവ്വരെയും രക്ഷിക്കുവാൻ കഴിയും. വിധി പ്രഖ്യാപിച്ചു, നിങ്ങൾ ലോൺ എടുത്തു, അടച്ചു തീർത്തേ മതിയാവൂ, അതിന് അപ്പീലില്ല, മാറ്റമില്ല. നീ പാപിയാണ്, ശിക്ഷിക്കപ്പെട്ടേ മതിയാവും, പാപത്തെ ശിക്ഷിക്കണം. എന്നാൽ കൃപയുള്ളവനാണ്, രക്ഷിക്കുകയും വേണം. രണ്ടും നടപ്പിലാക്കപ്പെട്ടു കാൽവരി കുരിശിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ അത് ആ രക്ഷ സ്വന്തമാകണമെങ്കിൽ ആവശ്യമായതാണ് വിശ്വാസം. എന്താണ് വിശ്വാസം, എന്തല്ല വിശ്വാസം എന്ന് പറയുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബുദ്ധിപരമായ അറിവോ താൽക്കാലികമായ ആശ്രയമോ അല്ല വിശ്വാസം. ഇന്ന് അനേകം ആളുകൾക്ക് വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസം? കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രാക്റ്റ് വായിച്ചിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു സഹോദരി വിളിച്ചു. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ട്രാക്റ്റ് വായിച്ചിട്ട് വിളിക്കുകയാണ്. രാത്രി 9:30 മണിയായി. ഞാൻ ചോദിച്ചു, എന്താണ് പറയാനുള്ളത്? നല്ല ട്രാക്റ്റായിരുന്നു, ഞാൻ വായിച്ചു, എൻ്റെ അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ കൊടുത്തു. സന്തോഷം. എവിടെ വീട്? കുമ്പനാടെന്ന. സന്തോഷം. ഇപ്പോൾ വിളിച്ചതിൻ്റെ പ്രധാന കാര്യം, എൻ്റെ ഭർത്താവ് ഒരു രോഗിയായിട്ട് ഇവിടെ ആശുപത്രിയിൽ കിടക്കുന്നു, പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിക്കാം. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു, അത് ഞങ്ങൾ IPCയിൽ പോകുന്നവരാണ്, നേരത്തെ മാർത്തോമയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ ട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് ഏത് സമയത്തും വരാമല്ലോ, ഒരുങ്ങിയിട്ടുണ്ടോ? അത് ഒത്തിരി നാളെ ഒരുങ്ങിയിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തടിസ്ഥാനത്തിൽ, എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അത് ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്കൊക്കെ സൗഖ്യം കിട്ടുന്നുണ്ട്. എൻ്റെ മൂത്ത മകന് കുഞ്ഞുങ്ങളില്ലായിരുന്നു, പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ പറഞ്ഞു. അങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഈ ഒരുക്കത്തിൻ്റെ വാക്കുകളിൽ ഒരു സ്ഥലത്തും കുരിശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വിശ്വാസികളാ എന്ന് പറയുന്നത്. എന്ത് വിശ്വാസം? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മക്കൾക്ക് തലമുറകളെ കിട്ടുമെന്ന് പ്രാർത്ഥിച്ചു, കിട്ടിയിട്ടുണ്ട്. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയിട്ടുണ്ട്. സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സാമ്പത്തികം കിട്ടിയിട്ടുണ്ട്. രോഗത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കൊണ്ട് സ്വർഗം, നിത്യജീവൻ ലഭിക്കുകയില്ല. അവിടെയാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, അമ്മ സഹോദരി, ഇതൊന്നും കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. എങ്ങനെയാണോ ഒരുങ്ങിയിരിക്കുന്നത്? സഹോദരിക്ക് വേണ്ടി, സഹോദരൻ്റെ പാപം പോക്കി സഹോദരിക്ക് വേണ്ടി യേശു കർത്താവ് കുരിശിൽ മരിച്ചു. ആ യേശുവിനെ സഹോദരിയുടെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ അനുഭവമുണ്ടോ? ഉണ്ടാട്ടമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസമാണ് എന്ന് ചോദിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബുദ്ധിപരമായ അറിവോ താൽക്കാലികം ആശ്രയമല്ല. പിന്നെ എന്താണ്? നമ്മുടെ രക്ഷയ്ക്കായി, പാപത്തിൻ്റെ മോചനത്തിനായി യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുന്നു. യേശുക്രിസ്തുവിൽ മാത്രം. ഒരിക്കൽ എൻ്റെ ഈ ലഘുലേഖ കണ്ടിട്ട് 2 അച്ഛന്മാർ എൻ്റെ വീട്ടിൽ വന്നു. അച്ഛന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിലെ ജനങ്ങൾക്ക് ഈ ക്ലാസ് കൊടുക്കണം. ഡേറ്റൊക്കെ നോക്കി എല്ലാം ഫിക്സ് ചെയ്തു. അച്ഛന്മാർ പ്രാർത്ഥിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, ഇത് മൊത്തം വായിച്ചു വന്നപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ യേശുവിൽ മാത്രം എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രം അവിടെ വരുമ്പോൾ പറയണ്ട. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് വരുന്നുമില്ല. പിടികിട്ടിയോ? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും
ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ പ്രാർത്ഥന കൂട്ടായ്മ യോഗം, അവിടെ ചെന്നപ്പോൾ സിറ്റ് ഔട്ടിൽ ഒരു മഹാൻ ഇരിപ്പുണ്ട്. കാഴ്ചയിലും ഇരിപ്പിലും എല്ലാം നല്ല എടുപ്പുള്ള ഒരു വ്യക്തി, ഒരു പരിചയമൊന്നുമില്ല. അവിടെ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. എന്ത് ചെയ്യുന്നു? ഞാൻ സുശേഷ പ്രവർത്തനമാണ്. ഞാൻ തിരിച്ചു ചോദിച്ചു, സാറ് പരിചയമില്ല, എന്താ പേര്? എൻ്റെ പേര് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. വേണ്ട. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ചോദിച്ചു, എന്താ ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് ഏത് സഭാ വിഭാഗത്തിൽ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി, എൻ്റെ സഭ ഏതും ആകട്ടെ. ഇങ്ങനത്തെ സമീപനമുള്ള, എന്നാലും നമുക്ക് ചോദിച്ചതിന് ഉത്തരം പറയാമല്ലോ. ഞാൻ പറഞ്ഞു, പാപികളായ മനുഷ്യൻ്റെ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ നീതിപ്രവൃത്തികൾ കൊണ്ടോ രക്ഷപ്പെടാൻ അവന് കഴിയാത്തത് കൊണ്ട് അവനെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, യേശുക്രിസ്തുവായി. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, സ്വർഗമുണ്ട്. അതാണ് ബൈബിൾ ഭാഷ്യത്തിൽ പറഞ്ഞാൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മതി 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 എന്ന് പറഞ്ഞു. നമ്മൾ ശരി മതി. മീറ്റിംഗ് കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു, പുറത്തേക്ക് വരുമ്പോൾ പിന്നെയും ഉപദേശി ഒരു കാര്യം പറയട്ടെ. നമ്മൾ സാറ് പറഞ്ഞു, നിങ്ങളുടെ ഈ സങ്കുചിത ചിന്താഗതി ഒഴിവാക്കണം, മാറ്റണം, ഈ സങ്കുചിത ചിന്താഗതി. ഞാൻ പറഞ്ഞു, എന്താ സാറ് അങ്ങനെ പറയാൻ കാര്യം? നിങ്ങൾ പറഞ്ഞു യേശുവിലൂടെ മാത്രം എന്ന് പറയുന്നില്ലേ, അത് ഒരു സങ്കുചിത ചിന്താഗതിയാണ്. ഞാൻ പറഞ്ഞു, അത് എൻ്റെ പിതാവ് പഠിപ്പിച്ചതോ എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചതോ ഞാൻ ഉണ്ടാക്കിയതോ അല്ല. എൻ്റെ രക്ഷകനും നാഥനുമായ കർത്താവ് പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. ആ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന എനിക്ക് ഗുരുവിനെ പോലെ ആയിരിക്കാനേ ഇഷ്ടമുള്ളൂ, ഗുരു പഠിപ്പിച്ചത് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ അഭിപ്രായമല്ല, സാറിൻ്റെ അഭിപ്രായം. യേശു കർത്താവിനെ കാണുമ്പോൾ അങ്ങ് നേരിട്ട് പറഞ്ഞാൽ, അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് യാതൊരു കഥയുമില്ല. അദ്ദേഹം മലയാള മനോരമയിൽ ഇന്നത്തെ ചിന്താവിഷയം എഴുതുന്ന പഴയ ഒരു മഹാനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനേകം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കുവാൻ സുവിശേഷത്തിൽ യാതൊരു അർഹതയും ഇല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. മറ്റൊരുത്തനിലും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അപ്പോൾ വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. ഒരിക്കൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ കോളേജിൽ പോകുന്ന സമയത്താണ് അവളുടെ ക്വയറ്റ് ടൈം, ബൈബിൾ ധ്യാനം. കാരണം ഒരു 3/4 മണിക്കൂറോളം എടുക്കും. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൾ ബൈബിൾ തുറക്കും, വായിക്കും, ചിന്തിക്കും, ധ്യാനിക്കും. അപ്പോൾ അവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സീറ്റ് സംവിധാനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഒരു അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ആരാണ്ട കയറി അവളുടെ സീറ്റിൽ വന്നിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, ബൈബിൾ വായിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ വന്നിരുന്നയാൾ റീത്ത, അവളുടെ പേര് റീത്ത എന്നാണ്. ഗുഡ് മോർണിംഗ്. അവൾ നോക്കുമ്പോൾ അവളുടെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. സാർ ഗുഡ് മോർണിംഗ്. റീത്ത ബൈബിൾ വായിക്കുകയാണോ? അപ്പോൾ അവൾ പറഞ്ഞു, അതെ സാർ. ഇത് പറഞ്ഞിരിക്കുന്നത് സത്യമാണോ? അവൾ പറഞ്ഞു, അതെ സാർ. ഇതെല്ലാം റീത്ത വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട് സാർ. എനിക്കൊരു ചോദ്യമുണ്ട്. അവൾ ചോദിച്ചു, എന്താ സാർ? അതെ, ഈ യോന അപ്പൂപ്പനെ 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിലിരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് പറയാമോ? അപ്പോൾ അവൾ പറഞ്ഞു, അതെനിക്ക് പറയാൻ അറിയത്തില്ല സാർ, കാര്യം ഇരുന്നത് ഞാനല്ല, ഈ യോന അപ്പൂപ്പനാ. അതെനിക്ക് പറയാൻ എനിക്ക് പറ്റത്തില്ല, അറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ അപ്പൂപ്പനെ കാണുമ്പോൾ ഞാൻ ഇത് ചോദിക്കും. അപ്പോൾ 3 രാവും 3 പകലും അതൊന്ന് വിശദീകരിക്കാം.
അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, അത് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നരകത്തിലാണ് പോയതെങ്കിലോ, എങ്കിൽ സാറിന് നേരിട്ട് അങ്ങ് ചോദിക്കാമല്ലോ. പിന്നെ ഞാൻ വരേണ്ട കാര്യം ഇല്ലല്ലോ. പിന്നെ സാറിന് നേരിട്ട് ചോദിക്കാമല്ലോ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, സുവിശേഷം 5 കാര്യങ്ങൾ: കൃപ, മനുഷ്യൻ, ദൈവം, യേശുക്രിസ്തു, വിശ്വാസം. കൃപ, ദൈവത്തിൻ്റെ ദാനമാണ് സ്വർഗം. അത് വില കൊടുത്ത് വാങ്ങാനോ സമ്പാദിക്കാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ പാപിയാണ്, അവന് സ്വയം രക്ഷപ്രാപിപ്പാൻ സാധ്യമല്ല. കാരണം ദൈവം നീതിമാനാണ്, പാപത്തെ ശിക്ഷിച്ചേ മതിയാവൂ. എന്നാൽ ദൈവം കൃപയുള്ളവനായതുകൊണ്ട് പാപിയെ രക്ഷിക്കണം. അതിനുവേണ്ടി ദൈവം കണ്ടെത്തിയ മാർഗമാണ് ദൈവം തന്നെ മനുഷ്യനായി യേശുവായി ലോകത്തിലേക്ക് വന്നു. അവൻ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമാണ്. ആ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമെന്ന വീണ്ടെടുപ്പ് രക്ഷയുണ്ട്. അത് വിശ്വാസത്താൽ പ്രാപിക്കുവാൻ ദൈവം നമ്മോട് പറയുന്നു. അങ്ങനെ സുവിശേഷത്തെ ഭാഗം മുഴുവൻ പറഞ്ഞു കഴിയുക. ചില സ്ഥലങ്ങളിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കഴിയുന്നിടത്തോളം ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന് പറയുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു മാർഗം. ഇവിടെ ദൈവം പുത്രനായി വന്നു, അപ്പം ദൈവത്തിന് പുത്രനുണ്ടോ? പിന്നെ ദൈവത്തിന് പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ദൈവം 3 ആണ്, 2 ആണ്, 1 ആണ്, ത്രിയേകമാണ്, അവിയേലുമാണ്, പുരുഷേരിയുമാണ്. ആകെ കുഴപ്പമുണ്ടാക്കാതെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ശരിയല്ലേ? അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വിധത്തിൽ അത് കൈകാര്യം ചെയ്യുക. അത് കഴിയുമ്പോൾ അടുത്ത മെയിൻ പോയിന്റ്, സമർപ്പണം. മുഖപുര, സുവിശേഷം, സമർപ്പണം. ഈ 3 ഭാഗങ്ങളിൽ ഫോളോ അപ്പ് 4 ഭാഗങ്ങളിൽ ഏറ്റവും സങ്കീർണമായ ഭാഗമാണിത്. ഇതെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുന്ന ഭാഗമാണ് മുഖപുരയുടെ ഭാഗം. രോഗം എത്ര കാലമായി, പേരെന്താണ്, വയസ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് മുഖപുര എങ്കിൽ, രണ്ടാമത്തെ ഭാഗം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നതാണ് സുവിശേഷം. അതിന് വിധേയമാകുന്ന ഘട്ടത്തിലെത്തുന്നതാണ് സമർപ്പണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സർജറി ആവശ്യമാണ്, ടോട്ടൽ സറണ്ടർ. പക്ഷെ അതിന് രോഗി തയ്യാറല്ല. അപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. എൻ്റെ ഇവിടെ മുതൽ ഇതുവരെ വലിയൊരു സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പാങ്ക്രിയാസ് പ്രോബ്ലം 2007 ലൈഷോറിൽ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതിനു മുമ്പ് മെഡിക്കേഷൻ നടത്തി അതൊന്നും പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടുത്തെ ഡോക്ടർ രമേശ്, നമുക്കൊരു സർജറി വേണ്ടി വരും. ഞാൻ പറഞ്ഞു ആയിക്കോളാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നിസ്സാരമല്ല. ഞാൻ പറഞ്ഞു അതിനും കുഴപ്പമില്ല, ഓപ്പൺ സർജറിയാ. ഞാൻ പറഞ്ഞു അതിനും പ്രശ്നമില്ല. ഡോക്ടർ ചോദിച്ചു അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യമാണ്. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാനല്ലല്ലോ ഇത് ചെയ്യുന്നത്, ഡോക്ടറല്ലേ. ഞാൻ കിടന്നു തന്നാൽ പോരെ? ഞാൻ കിടന്നു തരാനും സമ്മതമാണ്, പക്ഷെ അതും പറ്റത്തില്ല എന്ന് ഡോക്ടർക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ എനിക്ക് അനസ്തേഷ്യ ഇവിടെ തരുന്നത്. ടോട്ടൽ സറണ്ടർ. കൈയും കാലും ഇട്ടടിച്ചാൽ ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കമ്മിറ്റ്മെൻറ്റ് അതങ്ങനെയാണ്. അപ്പോൾ അത് വിദഗ്ധമായി കൈകാര്യം ചെയ്യണം. അതിനെന്താ മാർഗം? ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് എന്താണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സൂചിയും നൂലും ബന്ധം പോലെയാണ്. മനസ്സിലായോ? ഇനി സൂചി പോകുന്ന വഴിക്ക് നൂലിന് പോവുകയല്ലാതെ വേറെ മാർഗമില്ല. ഈ നൂല് സൂചിക്ക് കീഴ്പ്പെട്ടിരിക്കണം. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് സൂചിയെ വലിച്ചുകൊണ്ട് പോകുന്ന, കർത്താവിനെയും വലിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ്. ഞങ്ങൾ പോകുന്നിടത്തേക്ക് കർത്താവിനെ കൊണ്ടുപോവുക, അല്ല കർത്താവ് വിളിക്കുന്നിടത്ത്. ഇതാണ് ഇന്നത്തെ കുഴപ്പം.
മനസ്സിലായോ? നമ്മൾ മസിൽ പിടിച്ച് ഇങ്ങോട്ട് കർത്താവിനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. യെശയ്യാപ്രവാചകൻ പറഞ്ഞു, അടിയൻ ഇത് അടിയനെ അയക്കണമേ. നമ്മൾ പറഞ്ഞു, കർത്താവെ കേൾക്കണമേ, നീ പോകണമേ. പഞ്ചാബിൽ, കാശ്മീരിൽ, എൻ്റെ ചുറ്റുപാടും അനേകർ കർത്താവ് നിന്നെ കൂടെ ജീവിക്കും, നീ പ്രവർത്തിക്കണം, നീ പോകണം. അങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിച്ച് വിടുന്നത്, അല്ലേ? അപ്പോൾ അതല്ല, രക്ഷയുടെ കാര്യത്തിലും ടോട്ടൽ സറണ്ടർ, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാനൊന്നുമല്ല എന്ന ഒരു തീരുമാനത്തോടെ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, വിവാഹം. അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ്. ഈ കമ്മിറ്റ്മെൻറ്റ് ഏതുവരെയാണ്? മരണം നിങ്ങളെ, കല്യാണത്തിൻ്റെ അന്ന് മരണത്തെക്കുറിച്ച് പറയാമോ? മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ. ഇനി വേറെ കമ്മിറ്റ്മെൻ്റ് ഇല്ല. അത് ചോദിക്കുമ്പോൾ അയ്യോ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാൽ അന്ന് വിവാഹ ശുശ്രൂഷ നടക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ നടത്താൻ പോകുന്ന കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് ഓർക്കണം. അതിനുവേണ്ടി കൃത്യമായൊരു ഇടപെടൽ. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലാകുന്ന വിധമായിരുന്നുവോ എന്ന് ചോദിക്കണം. ഇതൊരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്നൊരു ശുശ്രൂഷയല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായോ? എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. വിവാഹത്തിൻ്റെ അന്നും പരസ്യം വായിക്കും. എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയുക, പിന്നെ ഒരിക്കലും പറയാതിരിക്കുക. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാകുന്ന വിധം പറഞ്ഞു തന്നോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് 1-2 സംശയങ്ങളുണ്ട്. ഓക്കെ, ചോദിക്കൂ, പറഞ്ഞ് ക്ലിയറാക്കിയിട്ട് പോവുക. അത് കഴിയുമ്പോൾ ഇവിടെ നോക്കുക, ഫിലിപ്പോസ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിച്ച് കേട്ടു. അങ്ങനെ തേരിനോട് ചേർന്ന് നടന്നു. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നീ വായിക്കുന്നത് നിനക്ക് നീ ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഫിലിപ്പോസ് ആ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലാക്കുന്ന വിധമായിരുന്നുവോ എന്ന് ചോദിക്കണം. അതെ എന്ന് ആ വ്യക്തി പറയുകയാണെങ്കിൽ, യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം തരുന്ന ദാനമായ രക്ഷ സ്വീകരിപ്പാൻ താങ്കൾക്ക് ഇഷ്ടമാണോ? ദാനമായി ദൈവം തരുന്ന രക്ഷ വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ജോസ് ചെമ്പനാൽ, കേട്ടിട്ടുണ്ടോ? അദ്ദേഹം കൂടി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സുവിശേഷം പറയാൻ പോയി. കുടമാളൂർ ആ ഭാഗത്താണ്. അങ്ങനെ ഞങ്ങൾ ചെന്നു. ആ വീട്ടമ്മ ഭയങ്കര സൽക്കാരപ്രിയയാണ്. വരുന്നവരെ സൽക്കരിച്ച് കൊല്ലും, അതുപോലത്തെ സ്നേഹപ്രകടനമാണ്. ഒത്തിരി ആഹാര പദാർത്ഥങ്ങളൊക്കെ ഒരുക്കി ഞങ്ങളെ തീറ്റിപ്പിച്ച് പോഷിപ്പിച്ചതിന് ശേഷം സുവിശേഷം കേട്ടിരുന്നു. അവസാനം കമ്മിറ്റ്മെൻറ്റ് ഭാഗത്ത് ഇവിടെ എത്തി. ഞാൻ ചോദിച്ചു, ആൻറ്റിയുടെ സകല പാപവും യേശു കർത്താവ് ഏറ്റെടുത്ത് ആൻറ്റി അനുഭവിക്കാൻ ശിക്ഷ മുഴുവൻ കർത്താവ് അനുഭവിച്ചിട്ട് ഈ രക്ഷ ദാനമായി തന്നെ സ്വീകരിപ്പാൻ ഇഷ്ടമാണോ? ആൻറ്റി വളരെ ഫ്രാങ്കായിട്ട് ശക്തമായി പറഞ്ഞു, എനിക്കിഷ്ടമല്ല. എനിക്ക് ആരുടെയും ഓശാരം വേണ്ട. അധ്വാനിച്ച് നേടുമ്പോഴാണ് അതിനൊരു മഹിമയുണ്ടാകുന്നത്. ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രതികരണം എനിക്ക് കിട്ടുന്നത്. ചെറിയൊരു ഷോക്കുണ്ടായി. അപ്പോൾ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉള്ളവൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ, ഒരു ഇലസ്ട്രേഷൻ. ഞാൻ പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ ഇവിടെ വന്നു. ആൻറ്റി വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നു. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് കുറഞ്ഞ പക്ഷെ ഒരു 100 രൂപ എങ്കിലും ആൻറ്റി മേടിക്കണം. ആൻറ്റി ഇങ്ങനെ കണ്ണും പിടിച്ച് നിൽക്കുകയാണ്. ആൻറ്റിയുടെ മുഖഭാവമൊക്കെ മാറുന്നു.
ചുണ്ടൊക്കെ വിറയ്ക്കുന്നു. ഇതിവിടെ ആൻറ്റിയുടെ മടിയിലിരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ചു. ആൻറ്റി കസേരൻ ചാടി എണീറ്റു. എനിക്ക് നിങ്ങളോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ ഇപ്രകാരം ഒതുക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ കുറവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി തരാം. 500 ആയാലോ? ആൻറ്റിയുടെയും എൻ്റെയും ലോകത്തിൻ്റെയും മുഴുവൻ പാപത്തെ ചുമക്കുവാൻ സ്വർഗസിംഹാസനം ഒഴിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് പരിധിയും പരിമിതിയും ഇല്ലാത്തവൻ പരിധിയിലേക്കും പരിമിതിയിലേക്കും വന്നിട്ട് നമ്മുടെ അകൃത്യങ്ങൾ മുഖാന്തരം മുറിവേൽക്കുകയും നമ്മുടെ പാപങ്ങൾ മുഖാന്തരം തകർക്കപ്പെടുകയും ചെയ്ത ക്രൂശിക്കിടക്കുന്ന ക്രിസ്തുവിൻ്റെ വില ആൻറ്റി ചെയ്ത കുറേ നന്മകൾ സൽക്കാരങ്ങളിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിൽ എൻ്റെ കർത്താവിൻ്റെ ഹൃദയം ഇപ്പോഴും വേദനപ്പെടുകയാണ്. എൻ്റെ ഹൃദയം പറിച്ചു കൊടുത്തിട്ടും എന്നെ നിങ്ങൾ മനസ്സിലാക്കില്ലയോ? കുറച്ചു നേരം കണ്ണടച്ചിരുന്നിട്ട് ആൻറ്റി പറഞ്ഞു, സോറി, അറിയാതെ പറഞ്ഞു പോയി. എന്നിലെ അഹന്തയാണ്, അഹങ്കാരമാണ്, എനിക്കത് സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് സഹായിക്കും, ഇടപെടും. അന്ന് മുതൽ ഞാൻ ഈ ബൈബിളിൽ ഈ നോട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. ഇനിയും പ്രയോജനപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. സൗജന്യമായി സ്വീകരിപ്പാൻ താങ്കൾക്ക് ഇഷ്ടമാണോ? അതെ എന്ന് വ്യക്തി പറയുകയാണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക്, ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കണം. 38 വർഷമായി കുളത്തിങ്കരയിൽ കിടന്ന മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവനെന്ത് പറഞ്ഞു? അവൻ പറഞ്ഞില്ല മനസ്സുണ്ടെന്ന്. അവൻ പറഞ്ഞു, ദൂതൻ വരുന്നുണ്ട്, വെള്ളം കലക്കുന്നുണ്ട്, വെള്ളം കലങ്ങുന്നുമുണ്ട്, എന്നെ ഇറക്കാൻ ആരുമില്ല. 38 വർഷമായി. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ അവൻ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ വന്ന് കിടക്കുക. കർത്താവ് 33 ഉണ്ടായിരുന്നുള്ളൂ. ഇത് 38 വർഷം. നീ ജനിക്കുന്നതിന് മുമ്പേ വന്ന് കിടക്കുന്നവനാ ഞാൻ. എന്നെ സഹായിപ്പാൻ വേദപണ്ഡിതന്മാർ പറയുന്നൊരു കാര്യം, മിക്കവാറും അവൻ കേരളത്തുകാരനായിരിക്കുമെന്നാണ്. കാരണം ചോദിക്കുന്നതിനുള്ള ഉത്തരമല്ല പറയുന്നത്. അപ്പോൾ യേശു കർത്താവിലൂടെ സ്വർഗത്തിലെ ദൈവം തരുന്ന രക്ഷയെന്ന ദാനം സ്വീകരിപ്പാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ മുടന്തൻ ന്യായങ്ങൾ പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട്. നാളെ മുതൽ എനിക്ക് ഇതുപോലെ പുസ്തകമായിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്, പള്ളിയിൽ വരാൻ എനിക്ക് പ്രയാസമാണ്, പേര് മാറ്റാൻ എനിക്ക് ഇഷ്ടമില്ല. അവരോട് എന്താ പറയുക? സുഹൃത്തെ, നിങ്ങളുടെ പേര് മാറ്റാമോ എന്ന് ഞാൻ ചോദിച്ചില്ല. നാളെ മുതൽ പള്ളിയിൽ വരാമോ എന്ന് ഞാൻ ചോദിച്ചില്ല. ഇതുപോലെ ഒരു പുസ്തകമായിട്ട് നടക്കാമോ എന്ന് ഞാൻ ചോദിച്ചില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? എൻ്റെ സുഹൃത്തെ, ഇപ്പോൾ ഇതിനേക്കാൾ നല്ല പോക്കറ്റ് എഡിഷനുണ്ട്, ഇങ്ങനെ പരസ്യമായിട്ട് കൊണ്ടുപോകുന്നില്ല, തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറിനകത്ത് വെച്ചും കൊണ്ടും പോകാം. ഇപ്പം പിന്നെ ലേറ്റസ്റ്റായിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പുണ്ട്. അതാണോ നിങ്ങൾ ചോദിച്ചത്? ബൈബിൾ കൊണ്ട് നടക്കാമെന്നോ പള്ളി വരാമെന്നോ പേര് മാറ്റാമെന്നോ അല്ല ഞാൻ ചോദിച്ചത്. യേശുക്രിസ്തുവിലൂടെ ദൈവം തമ്പുരാൻ തരുന്ന രക്ഷയെന്ന ദാനം സ്വീകരിപ്പാൻ താങ്കൾക്ക് ഇഷ്ടമാണോ? ആ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കണം ഉത്തരം കിട്ടാൻ. ഓക്കെ, ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ ഓഫ് കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം വ്യക്തമാക്കണം. യഥാർത്ഥമല്ലാത്ത സമർപ്പണം ഒഴിവാക്കണം. ഒരിക്കൽ ഒരു മിഷൻ ഏജൻസിയുടെ വാർത്താ സാക്ഷ്യം ബുള്ളറ്റിൻ വായിച്ചു.
കഴിഞ്ഞ മാസം ഞങ്ങൾ 4200 ഭവനങ്ങൾ സന്ദർശിച്ചു. 4200. 880 പേർ രക്ഷിക്കപ്പെട്ടു. 1200 പേർ സ്നാനപ്പെടാൻ റെഡിയായി. 8200 പേർ രക്ഷിക്കപ്പെട്ടു. 12500 പേർ സ്നാനപ്പെടാൻ. അപ്പോൾ ആരാണ്ട വിളിച്ചു ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിൽ അധികം ചെയ്യുമെന്ന്. അതുകൊണ്ട് നമുക്ക് അധികം വേണ്ട, ഉള്ളത് മതി. അതുകൊണ്ട് 3 കാര്യങ്ങൾ സമർപ്പണം വ്യക്തമാക്കണം. 1, താങ്കളുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കുവാൻ മനസ്സുണ്ടോ? താങ്കൾ ഒരു പാപിയാണ് എന്ന് സമ്മതിക്കുവാൻ മനസ്സുണ്ടോ? നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നത്. നാമും ദൈവം തമ്മിലുള്ള ബന്ധത്തിന് തടസ്സം നമ്മുടെ പാപമാണ്. അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം. പാപത്തിൻ്റെ ഭീകരത അത് താങ്കളെ എവിടെ എത്തിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടും. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ മറക്കുമാറാക്കിയത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് ഇല്ലാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നന്മ ചെയ്യുന്നവനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. 2, പാപമോചനത്തിനും രക്ഷയ്ക്കുമായി യേശു കർത്താവിൽ ആശ്രയിക്കുവാൻ മനസ്സുണ്ടോ? ആരിൽ ആശ്രയിക്കണം? യേശു ക്രിസ്തുവിൽ. കത്തോലിക്കർ ഞങ്ങൾ കുമ്പസരിക്കുന്നു, അച്ഛനോട് പറയുന്നു, അവരോട് പറയുന്നു, ഒന്നുമല്ല. നിങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് യേശു ക്രിസ്തുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ സകല രീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തൻ നീതിമാൻ. വരുവേൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി തീർക്കും. ഇങ്ങനെയുള്ള വചനങ്ങളിലൂടെ പാപമോചനത്തിൻ്റെ ആവശ്യകതയും പ്രസക്തിയും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്ന സത്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും. ഇങ്ങനെയുള്ള വചനങ്ങളിലൂടെ അവരെ പാപം ഏറ്റുപറഞ്ഞ് ഒരു സമർപ്പണത്തിലേക്ക് വരാൻ ശ്രമിക്കുക. 3, യേശുവിനെ മാത്രം നിങ്ങളുടെ ഏക കർത്താവും രക്ഷിതാവും ആയി ഹൃദയത്തെ സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ? സ്വീകരിച്ച് ഏറ്റുപറയുവാൻ മനസ്സുണ്ടോ? യേശുവിനെ കർത്താവെന്ന വാഗുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. റോമർ 10:9-10. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വചനങ്ങളിലൂടെ അവരെ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കും. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും. എല്ലാ വചനങ്ങളും പറയേണ്ട, 1-2 വചനങ്ങൾ ആപ്റ്റായത് സന്ദർഭം അനുസരിച്ച് എടുത്ത് അവരോട് പറയുക. 4-മതായിട്ട് ഒരു സമർപ്പണ പ്രാർത്ഥന. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. എങ്കിലും അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ ചില ആളുകളെങ്കിലും ഈ സന്ദർഭത്തിൽ പറയണം, ഇപ്പോൾ വേണ്ട, പിന്നീടാകാം എന്നൊക്കെ പറയുമ്പോൾ അവരൊന്ന് ബുദ്ധി ഉപദേശിക്കുക. നിങ്ങൾ കേട്ടു കണ്ടു, തിരുവെഴുത്തുകളിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഇപ്പം പ്രാർത്ഥിക്കാൻ മനസ്സില്ല എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഗൗരവമായി ചിന്തിക്കണം എന്ന് പറഞ്ഞ് അവരെ പിന്നെയും ബുദ്ധി ഉപദേശിക്കുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ
ഞാൻ അകത്ത് വരികയും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ സഭയുള്ള ബന്ധത്തിലാണ്. എങ്കിലും വ്യക്തിപരമായ ഒരു വ്യക്തിയുമായിട്ടുള്ള യേശുവിനെ കുറിച്ചുള്ള ഒരു അടുപ്പത്തിലേക്ക് എത്തിക്കുവാൻ ആ വചനങ്ങളിലൂടെയൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു സമർപ്പണ പ്രാർത്ഥന മോഡൽ പറഞ്ഞാൽ ആരായിട്ട് പറയുക? ആരായിട്ട് പറയും? ഒരു മോഡൽ പ്രാർത്ഥന പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് ആരുമില്ല. ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റു പറയാമോ? ഏറ്റു പറയാം. ഓക്കെ. സ്വർഗങ്ങളിൽ വാനസേനകളാൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്തുഘോഷിക്കുന്ന സഭകളുടെ മധ്യേ അധിവസിക്കുന്ന പരിശുദ്ധനായ സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, എന്തേ ഏറ്റു പറയാതെ? ഒരിക്കൽ ഞങ്ങൾ ഫീൽഡ് വർക്കിന് പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു പാസ്റ്റർ കൂടി വന്നു. ഞാനും കൂടെ വരട്ടിയെന്ന് ചോദിച്ചു. പോരാൻ പറഞ്ഞു. എൻ്റെ കൂടെയുള്ളവർ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നയിക്കാൻ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഓക്കെ, പ്രാർത്ഥിക്കാം. വീട്ടുകാരൻ സുവിശേഷം കേട്ടു. പാസ്റ്റർ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം, പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. 1-2 സ്തോത്രവും ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും ഒക്കെ പുള്ളി പറഞ്ഞു. പിന്നെ മിണ്ടുന്നില്ല. അപ്പോൾ പാസ്റ്റർ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലയോ? പറയൂ. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, മൊത്തം എത്ര സ്തോത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ചില്ലറയായിട്ട് പറയാം, ഞാൻ മൊത്തം. കാര്യം ഞാനൊരു ഹോൾസെയിൽ നടത്തുന്ന ആളാണ്. അപ്പം നമ്മുടേതായ കുറേ ശൈലികളും രീതികളും ഒക്കെ ഉണ്ട്. രാവിലെ 10 മണിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് സമർപ്പണ പ്രാർത്ഥന സമയത്ത് കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റ് കൈ ഉയർത്തി, കർത്താവ് ഈ രാത്രി യോഗത്തിനായി സ്തോത്രം. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നിടം മറക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള വിക്രിയകളൊന്നും നമുക്ക് വേണ്ട. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സാഹചര്യങ്ങൾ മനസ്സിലാക്കി സന്ദർഭത്തിനനുസരിച്ച് സുവിശേഷത്തിനോട് യോജിക്കുന്ന വിധത്തിൽ ഒരു പ്രാർത്ഥനാ വാചകം. പ്രിയ യേശുവേ, ഞാനൊരു പാപിയാണ്. ഞാൻ ചെയ്തു പോയ എൻ്റെ എല്ലാ പാപത്തെയും അവിടുന്ന് ക്ഷമിക്കണമേ. യേശു അവിടുന്ന് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. അവിടുന്ന് ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണം. അങ്ങയെ മാത്രം എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ചുയർത്തനൻ്റെ യേശു നാമത്തിൽ അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ലളിതമായ ഒരു ചെറിയ പ്രാർത്ഥന, കോലാഹലങ്ങൾ വേണ്ട. അത് കഴിയുമ്പോൾ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് കൊടുക്കുക. അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എങ്ങനെ കൊടുക്കാം? നമ്മുടെ സഭയുടെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കേണ്ടതല്ല, വചനത്തിലൂടെ. യോഹന്നാൻ 6:47. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, ഉണ്ടാകുമെന്നല്ല, ഉണ്ടായിരിക്കുമെന്നുമല്ല. ഇന്നത്തെ അനേകം ആളുകൾക്ക് രക്ഷയെപ്പറ്റി ഉറപ്പില്ല, നിശ്ചയമില്ല. അങ്ങനെ ശൂന്യതയിൽ കഴിയുന്ന അനേകം സുവിശേഷകരുണ്ട്. സങ്കടം തോന്നും. പാസ്റ്റർമാരുണ്ട്, വലിയ വലിയ ആളുകളാണ്. അതെങ്ങനെ പറയാൻ പറ്റുമെന്നാണ്. ഒരു 6 മാസത്തിന് മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഫീൽഡ് വർക്കിന് വന്നപ്പോൾ ഒരു വീട്ടിൻ്റെ മതിലിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്, പാസ്റ്റർ കുര്യാക്കോസ്. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, സാറേ ഇത് പാസ്റ്റർ വീടാണ്, വേറെ ആരെയും വീട്ടിൽ പോകാൻ ഒരു ധൈര്യമുണ്ട്, പക്ഷേ പാസ്റ്റർ വീട്ടിൽ പോകാൻ. ഞാനതൊക്കെ കയറാം. അങ്ങനെ കയറി അവിടെ ചെന്നു. കൊളിമ്പല്ലടിച്ചപ്പോൾ അദ്ദേഹം വന്നു. നല്ല ആചാര്യബാഹുവായ ഒരു പാസ്റ്റർ. ഞങ്ങൾ വന്ദനം പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ ആളുകളെ കാണാനും പരിചയപ്പെടാനും. യഹോവ സാക്ഷിയാണോ? ഞങ്ങൾ അല്ല. എന്നാൽ പിന്നെ കയറിപ്പോരുമെന്ന് പറഞ്ഞു. കയറി ചെന്നു, പരിചയപ്പെട്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി എന്താ അദ്ദേഹത്തോട് പറയുക?
ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ പാസ്റ്റർമാരെ പോലെ ഉള്ള ആളുകളെ കാണുമ്പോൾ ഞാനൊരു സർവേ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സർവേ ഫോം അങ്ങ് കൊടുത്തു. പാസ്റ്റർ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താ ഉദ്ദേശ്യം? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒന്നറിയാൻ, പാസ്റ്ററുടെ സാക്ഷ്യം മനസ്സിലാക്കാം, പിന്നെ പാസ്റ്ററെ ഓർക്കാം, പ്രാർത്ഥിക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു അത് വേണ്ട. എന്നിട്ട് പറഞ്ഞു, എടീ മറിയാമ്മേ നീ വാടി, ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പാസ്റ്ററുടെ ഭാര്യ ഫില്ല് ചെയ്തു. അവർ എഴുതി, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ട്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ? അത് യേശു കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു, എന്നെ രക്ഷിച്ചു, അവൻ എൻ്റെ രക്ഷകൻ. ഞാൻ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാസ്റ്റർ, അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? എങ്ങനെ ഉണ്ട്? അപ്പം ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇപ്പോൾ വയസ്സെത്ര? 73. അപ്പോൾ ഇനി എന്നാ ഉറപ്പിക്കുക? ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ചരിത്രം സമൂഹത്തിൽ കാണുന്നത്. കുറേ നേരം ഞങ്ങൾ കാര്യമായിട്ട് സംസാരിച്ചു. പിന്നെ തിരിച്ച് ഞാൻ വീട്ടിൽ പോയിട്ട് കാര്യമായൊരു മെസ്സേജ് പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു. പ്രതിവാദം ഇല്ലാതെ വണ്ണം വചനത്തിലൂടെ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം സറണ്ടർ ചെയ്തു. 73 വയസ്സ് കഴിഞ്ഞു. ആലോചിച്ച് നോക്കണം. അപ്പം അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് രക്ഷയെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട്. യോഹന്നാൻ 11:25. ഇന്നലെ ഞാൻ ഒരു ഗ്രൂപ്പ് ആളുകളോട് ചോദിച്ചു രക്ഷയെപ്പറ്റി. അവർക്ക് ഉറപ്പില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ കൈവക്കി. എങ്കിൽ യോഹന്നാൻ 11:25 പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അത് സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? സ്വർഗത്തിൽ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് ഉറപ്പില്ല എങ്കിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയില്ല. യേശുവിനെ നിങ്ങൾ അവിശ്വസിക്കുകയാണ്. 1 യോഹന്നാൻ 5:13. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. വിശ്വാസത്തിൻ്റെ നിർവചനം, വിശ്വാസം എന്നതോ ആശിക്കിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. യോഹന്നാൻ 20, 30, 31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിക്കുന്നു. എന്ത് ജീവനാ? നിത്യജീവൻ. എന്തായി നിത്യജീവൻ എന്ന് പറയുന്നത്? നരകത്തിലും നിത്യജീവനാണ്. നിത്യ മരണം, അവസാനമില്ല. മരണം വരെ തൂക്കിക്കൊല്ലാൻ പറയാറുണ്ടല്ലോ. ഒരു പ്രാവശ്യം തൂക്കിയപ്പോൾ കയറ് പൊട്ടി പോയാലും പിന്നെയും തൂക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിത്യമായ മരണം വെച്ചാൽ ഒരിക്കലും മരിക്കത്തുമില്ല. പക്ഷേ പറയുന്ന സമൃദ്ധമായ ജീവൻ്റെ അനുഭവമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതും. അപ്പോൾ അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്കൊക്കെ ജീവനുണ്ട്. എന്ത് ജീവനുണ്ട്? ജീവൻ. എന്ത് ജീവൻ? താൽക്കാലിക ജീവൻ. ഏറെയാൽ 70 അല്ലെങ്കിൽ 80 എന്ന് പറയുന്ന ജീവൻ ഹിന്ദുവിനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, മുസ്ലിമിനുണ്ട്, നിരീശ്വരവാദിക്കുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ 80 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ സ്തോത്ര പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, ഈ പ്രിയ സാറിനെ കഴിഞ്ഞ 29,220 ദിവസം കാത്തു സൂക്ഷിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞപ്പം പുള്ളി ചാടി എണീറ്റു. ഒരു ബാങ്ക് സീനിയർ മാനേജർ ആയിരുന്ന വ്യക്തി. എന്നിട്ട് ചോദിച്ചു, ഞാൻ സാറേ, എനിക്ക് 29,220 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10,000, 40,000, 50,000
അപ്പം 80 വയസ്സുകാരന് 29,220 ദിവസമേ ഉള്ളൂന്ന കാര്യം മറന്നു പോകരുത്. 30,000 പോലും തികയ്ക്കത്തില്ല. 100 വർഷം ജീവിച്ചാൽ പോലും ഒരു വ്യക്തിക്ക് കിട്ടുന്നത് 36,500 ദിവസമേ ഉള്ളൂ. കണക്കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 365 ഗുണം 100 അത്രേ ഉള്ളൂ. 80 വയസ്സുകാരന് കിട്ടുന്നത് എത്രയാ? 29,000. കേട്ടിട്ട് എല്ലാവരും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ തമ്പുരാനെ. ഇപ്പൊ ഇനി ആ കൂടി ഇനി എത്രയുണ്ട്? കൗണ്ട് ഡൗൺ തുടങ്ങി. അതുകൊണ്ടാണ് ഭക്തൻ പ്രാർത്ഥിച്ചത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്ക നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ കർത്താവ് ഉപദേശിച്ചു. പക്ഷെ ആരും എണ്ണുന്നില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആയുസ് 4 വിരൽ നീളം. ഏത് മനുഷ്യന് ഉറച്ചു വന്നാൽ വിശ്വാസം. ഏറെയാൽ 70, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും വലിച്ചു നീട്ടും വെന്റിലേറ്ററിൽ. ഡോക്ടർ ചോദിക്കും, ഇറക്കട്ടെ? അയ്യോ പോക്ക, മക്കൾ വരട്ടെ. ഇങ്ങനെ അവിടെ കിടന്ന് വലിച്ച് കിടക്കുന്ന, ഇല്ലയോ? ഇതൊക്കെയാണ് നമ്മുടെ ഈ ജീവൻ. ഈ ജീവനെ കുറിച്ചല്ല പറഞ്ഞത്. ഈ ജീവൻ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം അനന്തമാണ്. പിടിച്ചോളൂ. ക്ഷയമില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, ഹർത്താലില്ല, സമരമില്ല. അനന്തമായ ക്ഷയം, മാലിന്യം, വാട്ടം, നാശം ഒന്നുമില്ലാത്ത അനന്തമായ ജീവൻ. യേശു ചെയ്ത അനേകമുണ്ട്, എല്ലാം എഴുതിയിട്ടില്ല. എഴുതിയ പുസ്തകങ്ങൾ ഇവിടെ ഒതുങ്ങുകയുമില്ല. എന്നാൽ യേശു ദേവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടത്. കാണാത്തത് അനന്തമായ ജീവൻ. ഈ ജീവനാണോ പ്രസക്തി? ഈ ജീവനാണോ പ്രസക്തി? അതുകൊണ്ടാണ് തമ്പുരാൻ ചോദിച്ചത്, ഈ ആയുസ്സിൽ ഈ ലോകം മുഴുവൻ നേടിയിട്ടും നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഇതുമായി താരതമ്യപ്പെടുത്തിയാൽ ഇത് എന്താണ്? മറ്റൊന്നുകൂടി ഞാൻ പറയാം. ഇന്ത്യ മഹാസമുദ്രത്തിൽ ഉള്ള വെള്ളം ചെറുവിരൽ കൊണ്ട് മുക്കി നിങ്ങളിവിടെ കൊണ്ട് ഒരു തുള്ളി വയ്ക്കുന്നു. അതാണ് ഈ ലോകത്തിലെ ഒരു വ്യക്തിയുടെ ജീവൻ. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അത് ബാഷ്പീകരിച്ചു പോകും. അത്രയേ ഉള്ളൂ. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ. പക്ഷേ അവശേഷിക്കുന്ന ഇന്ത്യ മഹാസമുദ്രത്തിലെ വെള്ളമുണ്ടല്ലോ, അനന്തമാണ്. നമ്മുടെ നിത്യത ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പക്ഷെ നിത്യത ഓർക്കണം. നിത്യതയുടെ മഹത്വം ദർശിക്കണം, വലിപ്പം ദർശിക്കണം. അത് കാണാതെ പോകുന്നത് കൊണ്ടാണ് പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത്. സാധാരണഗതിയിൽ ഓരോ വ്യക്തികൾക്കും ആഗ്രഹമുണ്ട്. ആരാകണം ചോദിച്ചാൽ 90% ആളുകളും പറയുന്നത് ഡോക്ടറാകണമെന്നാണ്. ഇവിടെയും ഡോക്ടർമാരുണ്ട് അല്ലേ? എന്താകണം? ആരാകണം? പൊതുവെ ആളുകൾ പറയുന്നത് ഡോക്ടറാകണം. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ മണ്ടനായതുകൊണ്ട് ആയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറയുന്നത്, ഡോക്ടർമാരും പറയും. എന്തു പറയും? കഴിഞ്ഞ ദിവസവും കേട്ടു, ഞങ്ങളുടെ ഒരു ബ്രദർ രാവിലെ പറഞ്ഞ പി എം വർഗീസ് ബ്രദർ ആശുപത്രിയിലായിരുന്നപ്പോൾ, കോട്ടയത്ത് കിംസ് ഹോസ്പിറ്റലായപ്പോൾ കേട്ട മെസ്സേജ് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാമെന്ന്. എത്ര മണിക്കൂർ? എന്തു പറയാമെന്ന്? ഇത് വാങ്ങണമോ വേണ്ടിയോ എന്ന്.
എത്ര മിടുക്കനായ ഡോക്ടറായാലും അവസാനം പറയുന്നത് ഇത് വാങ്ങണമോ വേണ്ടയോ. അതിനേക്കാൾ മഹത്തായ ശുശ്രൂഷയാണ് നീ മരിച്ചാലും ജീവിക്കുകയും ക്രിസ്തുവിൽ. മരിച്ചാലും നീ ജീവിക്കാം ക്രിസ്തുവിൽ. നിന്റെ താൽക്കാലിക ജീവനുണ്ടല്ലോ, സത്യദൈവവും നിത്യജീവനുമായ ക്രിസ്തുവുമായിട്ട് കൈ കൊടുത്താൽ നീ മരിച്ചാലും ജീവിക്കും. ഇതിനേക്കാൾ മഹത്തായ ശുശ്രൂഷ എന്തുണ്ട്? അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയ്ക്ക് എഴുതിയ പ്രകാരം എഴുതി, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ അവൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകും. അപ്പോൾ സമർപ്പണം കഴിഞ്ഞു. അടുത്ത് ഫോളോ അപ്പ്. 5 കാര്യങ്ങൾ. അവരെ വചനം പഠിപ്പിക്കണം. ഇന്ന് വചനം പഠിപ്പിക്കുന്നില്ല. വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അമ്മ ഒരു കുഞ്ഞിനെ പാലൂട്ടി വളർത്തണമെങ്കിൽ അമ്മ ഫലഭൂയിഷ്ടമായ ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. അങ്ങനെ അവരെ ക്രിസ്തുവിൽ വളർത്തണം. വേറൊരു മാർഗമില്ല, വചനത്തിലൂടെ, വചന പഠനം. അവർ പ്രാർത്ഥിക്കണം. ഇന്ന് കാണുന്ന ഒരു സങ്കടകരമായ കാര്യം, പ്രാർത്ഥനാ കുത്തക മുതലാളിമാർ ധാരാളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 24 hour സർവീസ്. വിളിക്കൂ, ഞങ്ങളെ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളൂ. അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവരും ദൈവവുമായിട്ട് നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം. ദൈവം തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അവർ നേരിട്ട് അറിയണം. ഇന്ന് നമ്മൾ മധ്യസ്ഥന്മാരായിട്ട്, അയ്യോ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ, ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ, അയ്യോ ബ്രദറേ അങ്ങനെ ബ്രദർമാരങ്ങ് പൊങ്ങി പോവുകയാണ്. അല്ലയോ, ഈ ബ്രദർമാർക്ക് എന്തോ ഒരു മഹത്വം വന്ന് കയറിയിരിക്കുകയാണ്. അല്ല, നിങ്ങൾ വിളിക്കൂ, നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം. ഒരു അപ്പച്ച എന്നെ സ്ഥിരമായിട്ട് വിളിക്കും, അങ്ങനെ പറയും, സാറേ പ്രാർത്ഥിക്കണം. എന്നിട്ടൊരു നീണ്ട പട്ടിക. ഞാൻ എൻ്റെ അപ്പച്ചൻ തന്നെ ഞാൻ പറയുന്ന കർത്താവിനോട് അങ്ങ് നേരിട്ടങ്ങ് പറയൂ. അയ്യോ, എനിക്ക് ഇതുവരെ പറയാൻ അറിയത്തില്ല, എന്നോട് പറയാൻ അറിയാവുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി, അത് തന്നെയാണ് പ്രാർത്ഥന. അയ്യോ, ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ പറഞ്ഞാൽ മതി, ഞാൻ ഇനിമേൽ ഫോൺ എടുക്കത്തില്ല. ഇപ്പോൾ അപ്പച്ചൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പണ്ട് കുത്തക മുതലാളിയാണ്, എല്ലാം ഏറ്റെടുത്തോളും, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതല്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധ വർഗം അവരെ ധരിപ്പിക്കണം. സാത്താൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കണം. സാത്താനോട് പോരാടണം. അതിനായിട്ട് അവരെ എക്വിപ്പ് ചെയ്യണം. കർത്താവിൻ്റെ സാക്ഷികളായി അവരും തീരണം. അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ അവരുമായി തീരണം. ഏറ്റവും മഹത്തായ നിത്യമായ സ്വർഗീയ ഭവനത്തിൽ അവരെത്തിച്ചേരുവോളം അവരെ ക്രിസ്തുവിൽ വളർത്തുവാനും മഹത്തരമായ സാക്ഷ്യത്തിന് അവരും പങ്കാളികളായി തീരുവാനും ഇടയാക്കുമാർ ശിഷ്യത്വത്തിൻ്റെ പടിയിലൂടെ അവരെ നയിക്കണം. അതിന് ദൈവമായ കർത്താവ് നമ്മെ അവരെ സഹായിക്കട്ടെ.